ഹലോ ഗായ്സ്, നമ്മൾ ഇർഫാദിൻ്റെ വാപ്പാടെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നേക്കുവാണ്. സോ അംബത്ത് മാമച്ചൻ സാഹിബ് ഷാജി ആൻഡ് അനന്ത് സുരേഷ് കണ്ടോളൂ. പറഞ്ഞേ ഹലോ, കയറിയിട്ടുണ്ടാവണം, ഞാൻ നോക്കിയില്ല. എന്തായാലും നിങ്ങളുടെ റെസ്പോൺസ് പറ. മെറ്റീരിയൽ നോക്കിയിട്ട് ഇപ്പം എങ്ങനെയുണ്ട്? ഏത് മെറ്റീരിയൽ? അത് പിന്നെ കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യ്, ആ ലൈനുകൾ പോയിക്കല്ലേ, ആ ലൈനുകളിലുള്ള ഏതെങ്കിലും ഒരു കളറും കൂടി സെലക്ട് ചെയ്താൽ മതി ആ മെറ്റീരിയലിൽ. അത് വേണ്ട, അത് നിന്റെ പിതാവിന് കൊടുക്കാം. ഇത് ഏത് പാട്ടാന്ന് മനസ്സിലായോ? കൈ നിറയെ വെണ്ണ തരോ കവള തരൂ. അനത് എന്തെങ്കിലും പറ ഫോർ ദ വ്ളോഗ്. ലാസ്റ്റ് ഡേ ഓഫ് ദ ഇയർ എന്താണ് എല്ലാവരുടെ അഭിപ്രായം? കുഴപ്പമില്ല. ബ്ലാക്ക് എടുക്കായിരുന്നു, ഇപ്പം ഹെവി ബ്ലാക്ക് ഷോക്കുക. കടം ബ്ലാക്ക് ചെയറെല്ലാം കൂടെ ഏതാണോ? സപ്ലി ഉണ്ടോ? എന്താ ബ്ലാക്ക് എടുക്കണ്ട? ആണോ? എനിക്ക് കണ്ണ് കാഴ്ച കുറവാണ്, കണ്ണത് വെച്ചിട്ടില്ല. ഏതെങ്കിലും എടുത്തോ, എന്തായാലും കൊടുക്കാം. നീ ഒരുപാട് ഉണ്ടാക്കല്ലേ എനിക്കിട്ട്. കല ചുറങ്ങാൻ ഏതാ എടുത്തു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്തോ. പുള്ളി ഇതിൻ്റെ കൂടെ തന്നെ ഇടണമെന്നില്ലല്ലോ, വേറെ ഷർട്ടും ഉണ്ടാവില്ല ഇടാനായിട്ട്. ഏതാ? തടി കുറവാ. അല്ല 1.50 എടുത്തു, 1.40. എൻ്റെ പാൻറ് വയ്ക്കാൻ 1.50 ഒരു സേഫ്റ്റിക്ക് എടുത്തേക്ക. 1.50 1.40 എടുക്കണം. വേണി പറഞ്ഞോടി എടുത്തു. അവൻ ചെയ്യൂലടാ. ഇർഫാദ് അത്രക്ക് മോശം മനുഷ്യനല്ല. അതെന്ത്? ഓക്കെ, അവൻ്റെ വാപ്പ റിട്ടയർ ആണതിനെ പറ്റി 2 വാക്ക്. എന്നത്തെ പരിപാടിക്ക് അവിടെ അല്ല ഉണ്ടായില്ല. ഞാനും ട്രിവാൻഡ്രം പോയിക്കണല്ലായിരുന്നു. വ്ളോഗ് ചത്തിരിക്കണം, എന്തെങ്കിലും പറ. കോൾ റെക്കോർഡിംഗ് ഉണ്ടോ നോക്ക്. 3:46 എന്നെ വിളിച്ചിട്ട് പറയാ ഗിഫ്റ്റ് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണ്ടേ. 5 മണിക്ക് വരും, 5 മണിക്ക് ജയലക്ഷ്മിയിലോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞേ ഞാൻ എന്താ മേടിച്ചു കൊടുക്കാന്ന് ചോദിച്ചാൽ പറഞ്ഞേ നമുക്ക് നല്ല തുണി മേടിച്ചു കൊടുക്കാം. 6,000 പ്രതീക്ഷിച്ചോളാം. ഇവിടെ ആരും കഥ പറയലായിരുന്നു, നിന്റെ നാച്ചുറലാ. ഇവൻ ഈ സർവീസ് റോഡിനെ വിളിക്കണ റിസർവേഷൻ റോഡ് നേട്ടാ, നമ്മുടെ ബൈപ്പാസില. അരുത് നാക്ക് ക്ലീൻ ചെയ്യണം, അക്ഷരസ്ഫുടത കുറവാണ്. വേറെ
നീ എന്താ പറയണത് മനസ്സിലാവുള്ളവർക്കും. ഒന്നാമത് വ്ളോഗാ, ഇന്ന് മുതൽ വ്ളോഗ് ഇടണേ. മണിക്കൂരുന്നേവ കിന്നാരം അങ്ങനത്തെല്ലാം പറയാണ്ടെങ്കിൽ പറഞ്ഞോളൂ. അങ്ങനെ പറയല്ലോ, എന്തെങ്കിലും പറയൂ, എന്തെങ്കിലും പറ. എന്തോന്നാ ദുബായിക്കാ മച്ചാനെ? എൻ്റെ ടീഷർട്ട് ഞാൻ കുറെ കളയാതിരിക്കണാണ്. കളയാനല്ല, സാധ്യത ഒന്നുമില്ല. തരാട്ടാ, എല്ലാവർക്കും തരാൻ ഒന്നുമില്ല. ഞാൻ പറഞ്ഞ എൻ്റെ ഡ്രസ്സിൻ്റെ കൂടെ കുറച്ച് സാധനം ചേട്ടന് കൊണ്ടുപോകുന്നത്. എൻ്റെ വെയിറ്റ് ഒരു തികയുള്ള ചേട്ടന് കൊടുക്കാൻ സാധനം എത്ര കിലോ ഉണ്ട് മച്ചാൻ? എൻ്റെ വെയിറ്റ് ടൈറ്റാ. എൻ്റെ ടീഷർട്ട് മാത്രമുണ്ട് 17 കിലോ. കേറ്റൂല ഒന്നിനെ കേട്ടത് ചിക്ക് പേട്ട. ഇത് മതി, അത് ബാക്കിയത് തരാട്ടെ, എല്ലാവർക്കും തരാം. ഞാനാ ലിങ്ക് അയച്ചു തരാം. മാമച്ച ഇന്ന് തന്നെ പോയിട്ട് ക്ലീൻ ചെയ്യും. അതെ, ലെനിൻ എല്ലാം കയറും, എല്ലാം കയറും, എല്ലാം കയറും, എല്ലാം കയറും. ഓ, നമുക്ക് എടുക്കണല്ലോ എന്തായാലും. ഞാൻ പോകാനുള്ളെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞു, എല്ലാം ഓൺലൈൻ വാങ്ങിച്ചു. ഏത്? ഞാൻ ദുബായിക്ക് വേണം അടുത്ത മാസം. നാട് കടത്തണ ഡീപ്പോട്ട് ചെയ്യണേ. ഓക്കെ ഗൈസ്, നമ്മൾ തുണിയെടുത്തു. വി ആർ ഗോയിങ് ടു ഇർഫാത്സ് ഹൗസ്. ബൈ ഗൈസ്. ഗിഫ്റ്റ് പാക്കിംഗ് ഈസ് ഡൺ. ഗിഫ്റ്റ്, താങ്ക് യു ഏട്ടാ. നമ്മ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയണ്ടല്ലോ ലേറ്റ് ആയത്. ഇറ്റ്സ് ഓക്കെ. 7 മണി. ആ അല്ല, എൻ്റെ അടുത്ത് 7 മണിക്ക് വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. ആണോ? എൻ്റെ അടുത്ത് 7 മണി പറഞ്ഞത്. സോ ഗൈസ്, നമ്മൾ ഇർഫാദിൻ്റെ വീട്ടിൽ പോകാനായിട്ട് വി ആർ പ്രിപ്പയറിങ്. അവിടെ സായുധുണ്ട്, യു ക്യാൻ സീ സായുധ. ഇവിടെ നമ്മുടെ ഗിഫ്റ്റ് ഇവിടെ ഉണ്ട്. മാമച്ചൻ ഗിഫ്റ്റ് ഹോൾഡ് ചെയ്തിരിക്കുന്നു. മാമച്ചൻ എവിടെ? അതെ, പ്യുവർ ലെനിൻ. അപ്പോൾ വാട്ട് ആർ വി ഡൂയിങ് ഹിയർ? നമ്മൾ ടാനിയ പോളിനെ വെയിറ്റ് ചെയ്യാനാണ്. ടാനിയ പോൾ ഇസ് അറൈവിങ് സൂൺ. എനി ടൈം ഷീൽ ബി ഹിയർ. നമ്മൾ ഒരുമിച്ചാണ് ഇർഫാദിൻ്റെ വീട്ടിൽ റിട്ടയർമെൻറ്റ് ഫംഗ്ഷന് വേണ്ടി പോകാൻ പോകുന്നത്. ഐ ഹോപ്പ് ഷീ കം സൂൺ. വെയിറ്റ് ചെയ്യാം. ടാനിയ ഏത് നിമിഷം വേണമെങ്കിലും ഇവിടെ വരാവുന്നതാണ്, എത്താവുന്നതാണ്. നല്ല ചൂടുണ്ട്. 8 മണിയാകുമ്പോൾ വരാൻ പറഞ്ഞു. ആരുടെ വൈറ്റിലേല്? ഏത്? യു എടുത്ത് പോകണം. അവിടെ നിന്ന് യു എടുക്കാൻ സുഖമായിരുന്നു. നീ ഓഫീസിൽ ട്രക്കിങ്ങിന് പോകണ്ട. അനന്തോടെ കോസ്റ്റ്യൂം കണ്ടോ ഗൈസ്? പിടിച്ച് അനന്തോടെ കോസ്റ്റ്യൂം. നമുക്ക് അനന്തോനാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് അനന്തോടെ ഷർട്ട്. ബാക്കിൽ ഇത് കണ്ട. ഇതിൻ്റെ ഉള്ളിൽ ആർക്കും കയറാം. ട്രക്കിംഗ് ഷർട്ട്. അപ്പൊ നമ്മൾ നടക്കുമ്പോ പെട്ടെന്ന് വേർക്കൂലേ, അപ്പൊ ഉണങ്ങാൻ വേണ്ടി. ഇത് കാണിക്കും. അനന്തോടെ തുണി അഭിഷേകം ഉണ്ടാവുന്നതാണ് ഗൈസ്. ഗൈസ് വേണ്ടല്ലേ? ഗൈസ് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് സുഹൃത്തുക്കൾ. അതെ, ഇത് വേണമെങ്കിൽ ലിങ്കിന് വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്യും. നിങ്ങളെ പിള്ളേരെ അതെ, എന്ത് വേണമെങ്കിലും കൊണ്ടുപോവാം.
ഹായ്. നാളെ തൊട്ടില്ലേ ഹായ് പറഞ്ഞതാ. ആനന്ദം എല്ലാം കാണുന്നുണ്ട്. വീട്ടിൽ പോയിട്ട് ഓർത്തു പോത്തവൻ അല്ലടാ. രാത്രി ഇപ്പൊ ഭയങ്കര മെസ്സേജ് എന്തെങ്കിലും പുതിയ കളക്ഷൻ കിട്ടിയ പാട്ടുകൊണ്ട് AI അല്ല, കൺഫേം ആണ്. എന്നിട്ട് രാത്രി 10 മണിക്ക് വിളിച്ചാ എല്ലാരും അറിയണം. ഞാൻ അവന് കേൾപ്പിച്ചു കൊടുത്ത് എടാ വണ്ടി ഒതുക്ക്. എടാ ഇങ്ങോട്ട് കയറ്റടാ അനന്തു. എടാ അനന്തു ഇങ്ങോട്ട് കയറ്റില്ലേ, ബ്ലോക്ക് ആവും. ബ്ലോക്കായി. ആ വഴിയെല്ലാം കയറ്റു. നമ്മുടെ വണ്ടിയിലല്ല, അവിടെ നമുക്ക് സേഫാ. എവിടെയെങ്കിലും പറഞ്ഞോട്ട് നമ്മുടെ വണ്ടി വരെയായിരുന്നു അത്. മാമച്ചനോട് മാമച്ചൻ്റെ ട്രിവാൻഡ്രം വിശേഷങ്ങൾ ചോദിക്കാം. മാമച്ചൻ്റെ ട്രിവാൻഡ്രം വിശേഷങ്ങൾ കുറച്ച് പറഞ്ഞു. അതിപ്പോ പറയട്ടെ, അത് നീ പറഞ്ഞ ശരിയാവില്ല. മാമച്ച പറയൂ. മോശം. ട്രിവാൻഡ്രം വിശേഷങ്ങൾ പറ. മൈസൂർ കഥ അല്ലേ? അതാ മൈസൂർ കഥ. അതാ മൈസൂർ കഥ. ട്രിവാൻഡ്രം വിശേഷങ്ങൾ പറയട്ടെ. ഇപ്പൊ ട്രിവാൻഡ്രം വിശേഷങ്ങൾ പറ മാമച്ച. ബാക്കി പിന്നെ ഓക്കെ. കുറച്ചുകൂടി വർക്കൊക്കെ എങ്ങനെയുണ്ട്? ഹൗസ് വർക്ക്, ഹൗസ് പീപ്പിൾ ദർ comparing to the people that was back in college there, but nobody is as close as Altaf. Oh, Altaf is best. Guys, Top. ടാനിയപ്പോൾ വരുന്നില്ല. എടാ ടാനിയപ്പോൾ വരുന്നില്ലല്ലോ. നമുക്കിനി എറണാകുളം മച്ചാനെ വണ്ടി മാറ്റി വെച്ചു. എനിക്ക് പിന്നെ ബ്ലോക്ക് ആവും. സായത് വണ്ടി കൊണ്ട് പോയി ഗായ്സ്. നടന്നോ എന്നോടന്ന് എനിക്കറിയില്ല. പിക്ക് ചെയ്യാൻ വന്നോ ചോദിക്കണോ? നീ വിളിക്കാൻ വണ്ടിക്കായിരിക്കുള്ളൂ. അവൻ്റെ പെടപ്പേണ്ടോട് കയറുമെന്ന് ഞാൻ ഓർത്തു. എനിക്കൊരു ലൈം സോഡ മിക്സ് കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ എല്ലാം കുടിക്കണ്ട. അവിടെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടാവും, പിന്നെ ഉണ്ടാവില്ല. എന്നിട്ട് പറ, എന്തെങ്കിലുമൊക്കെ പറ. ആ പിന്നെ എന്താണ് ഫോണിൽ വന്നേക്കണത്? ഇതാരത്? വിഷ് യു എ വെരി ഹാപ്പി ന്യൂ ഇയറാ? ആരാ? ഫോൺ വിഷ് ചെയ്തു. ഫോണെങ്കിലും ഉണ്ടല്ലോ വിഷയം. വേറെ ആരും ഇല്ലല്ലോ. നിനക്ക് വന്നിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. ഐഫോൺ ഇല്ല, ഒന്നുമില്ല. ഉണ്ട്. ജിയോ എനിക്കില്ല. എനിക്കും ജിയോയാടോ. എനിക്കും വന്നിട്ടുണ്ട് ഗൈസ്. ജിയോ വിഷസ് മീ. ജിയോ വിഷസ് യു എ ഹാപ്പി ന്യൂ ഇയർ. ഇവിടെ നിന്ന് 8 മണിക്ക് അറിയാൻ ബസ്സിന് നോക്കിയോ? നീ എന്തെങ്കിലും പരിപാടി പോയിട്ട് അങ്ങനെ പരിപാടി മട്ടൻ ബിരിയാണി അല്ലെങ്കിൽ ബീഫ് ബിരിയാണി കഴിച്ചിട്ടുള്ളൂ. സായത് കൈയിട്ട് നോക്കുന്നുണ്ട് ഗൈസ്. എന്തെങ്കിലും കിട്ടിയോ നോക്കിയാ. സായത് കൈയിട്ടിട്ട് എന്തെങ്കിലും കിട്ടിയായിരുന്നോ? കൈയിട്ടിട്ട് അവൻ്റെ ഞാൻ നേരത്തെ ആ ലിഫ്റ്റ് കാണിച്ചതാണോ കാണിക്കുന്നത്? അത് കാണിച്ചു തരുമോ? മാമച്ച കാണിക്ക് ഇതേ ഇവിടെ ഉണ്ട്. അത് കിട്ടിയായിരുന്നു സൂപ്പറായി. എന്നാലും ഗൈസ് മാമച്ചൻ ഗുഡ് ഗേ അല്ല ഗുഡ് ഗേ. മാമച്ചൊരു കൊക്കൊക്കെ
ബാംഗ്ലൂർ നൈറ്റില്ലേ ആ ഓടിയോ നീ കേൾക്കണം. നമ്മ രാത്രി ഞാന് താഴത്ത് പെട്ടി കിടക്കണ താഴത്തോടത്തൊക്കെ മിലന്റെ ഈ സാധനം എടാ എനിക്ക് ട്രിവാൻഡ്രത്തോട് വേറെ പരിപാടി അതുകൊണ്ട് ഓ അത് വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ ഇത് കണ്ടോളൂ, ഞാൻ കാണിച്ചു തരാം. പ്രൈം എക്സാമ്പിൾ ഇതുപോലെ പാർക്ക് ചെയ്യണം. ഇത് ഇടിച്ചിടുമ്പോൾ എന്തായാലും ഞങ്ങൾ വന്ന് കുറച്ചുകൂടി വിഷ്വൽസ് എടുത്ത് തരുന്നതായിരിക്കും. ഇവിടെ ടാനിയപ്പോൾ വരുന്നില്ലല്ലോ. ടാനിയപ്പോൾ ഒന്ന് വിളിക്കോ? ജൂൺ അല്ല, ഞാൻ വണ്ടി മേടിച്ച് ആദ്യം തന്നെ ലോറി പോയി. പിന്നെ അയൂണ എറിഞ്ഞിട്ട് അയൂണ കല്ലെറിഞ്ഞു. അതോടുകൂടി എറിഞ്ഞതിന് ശേഷം ലോറി പോയത്. അതെന്തിനാ ശരിക്കും കല്ലെറിഞ്ഞ കളിയാക്കിട്ടാണ് എന്തോ പറഞ്ഞത്. എല്ലോടിഞ്ഞേന് കരിങ്കല്ല് എറിഞ്ഞതപ്പോ പെയിന്റ് കട്ടായി പോയത്. സ്പെഷ്യൽ മെൻഷൻ ടു ആർക്കാ? അയൂണ് സായിദിന്റെ വണ്ടിയിൽ ഒരു കരിങ്കല്ല് എറിഞ്ഞ പിന്നാണ് സായിദിന്റെ കഷ്ടകാലം തുടങ്ങിയതെന്ന് സായിദ് പറയുന്നു. ഞാനിടും, ഇത് കണ്ടന്റ്. അപ്പൊ ഇങ്ങനെ വോയിസ് ഓവർ ഒന്നും ഇപ്പൊ ലൈവ് വോയിസ് ഓവർ ആണല്ലോ. ഇത് നേരെ കട്ടും ക്രോസൊന്നുമില്ല. ഏത് കിട്ടി മൈക്ക് 3 മൈക്കല്ലേ, ഫ്രണ്ടിലും ബാക്കിലൊക്കെ മൈക്കാ. ഇതൊക്കെ എല്ലായിടത്തും മൈക്കുണ്ട്. തെറ്റാ ബിസിയാന്നാണല്ലോ പറയണേ. ഞാൻ പറഞ്ഞില്ലേ ടാനിയ അപ്പോൾ ഇതുവരെ വന്നിട്ടില്ല. സോ വി ആർ സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ടാനിയ ടു അറൈവ്. എല്ലാം അടിക്കണമല്ലോ, അടിക്കുള്ളൂ. അതേ വിളിക്കണ്ട്. ഹലോ, എന്തായി, എത്തിയാ? ഞങ്ങൾ ആ റോഡിൽ വരുമ്പോഴത്തേക്കും ആ സെൻട്രൽ ബേക്കറിയുടെ സൈഡിലെ റോഡില്ലേ, ചെമ്പൂക്ക് ആബിദയുടെ ഓപ്പോസിറ്റുള്ള അവിടെ ഉണ്ട്. അവിടെ ടാനിയ പോളിനെ വെയിറ്റ് ചെയ്ത് ടാനിയ പോൾ വന്നായിരുന്നു. ടാനിയ ഒരു ഹായ് പറയും. ഓക്കെ, മാമച്ചൻ സീനപ്പ എൻ്റെ സിറ്റി സിൽക്കിൽ ലിഫ്റ്റ് കയറിയപ്പോൾ എന്തൊക്കെ കഴിച്ചുകൂട്ടിയതല്ലോ. ഇർഫാദിൻ്റെ വീട്ടിലെത്തി, വാപ്പാക്ക് ഗിഫ്റ്റ് കൊടുത്തു. വെയിറ്റിംഗ് ഫോർ ഫുഡ്. എന്തെങ്കിലും പറയും. സേഫ് ട്രാക്ക് ഇങ്ങോട്ട് മാറ്റിയാലും ഇങ്ങോട്ട് നീക്ക്. ഇങ്ങോട്ട് നീക്കിയാലും നിന്നെ തന്നെ ട്രാക്ക് ചെയ്യും. ഇനി മാറ്റി ഇനി ഈ ഫേസ് പാക്ക് മാറ്റി ജസ്റ്റ് നിൽക്കിയാൽ മതി. ഇത് വെച്ച് നിക്കണം. ഓ, പിടിച്ചു വെക്കണം. ഇങ്ങോട്ട് നീക്കിയാൽ മതി. ജോയ്സ്റ്റിക്ക് പോലെ തന്നെ. ഓ, ജോയ്സ്റ്റിക്ക് പോലെ. ഓക്കെ. മുംബൈ ടാനിയ പറയൂ. മുംബൈ കൊള്ളൂല. കുറച്ച് അഭിപ്രായം പറ. മുംബൈ ഭയങ്കര ഹാപ്പനിങ് ആണ്. പൈസ ഉണ്ടെങ്കിൽ നന്നായി ജീവിക്കാം. പൈസ ഇല്ലാത്ത നമ്മളെ പോലെ തെണ്ടി ജീവിക്കാം. ഓരോ ദിവസം പൈസ എണ്ണി നമ്മളിങ്ങനെ മനസ്സിൽ അയ്യോ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചാണ് ജീവിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്നത് ഇങ്ങോട്ട് തിരികെ മൂന്ന് പ്രാവശ്യം നിൽക്കുമ്പോൾ ക്യാമറ ഇങ്ങനത്തെ കുറെ പരിപാടി അവൻ പോയി കളഞ്ഞു. ഇതിന്റെ ഒരു അൾട്രാ വൈഡ് ലെൻസ് ഉണ്ട് ഇവിടെ വെക്കുന്നത്. ആ, നീ നശിപ്പിച്ച് കളഞ്ഞു. 10 വട്ടമായി പറയാം. ശരിക്കും റിച്ച് പഠിച്ചെടുക്കും. നീ എന്താ കാണിച്ചേ? നീ എന്താ ഇത് വെച്ച് കാണിച്ചേ? അടിച്ചടിച്ച് പൊട്ടിച്ചളഞ്ഞ ഈ സാധനം ഇതിന് ലെൻസ് ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ പൊട്ടി അവിടെ വെച്ച് നോക്കിയത് ഭാഗ്യം. ഇതെങ്ങനെ ഓഫ് ചെയ്യാ? ഇത് കൊറേ നേരം 2:15.
ഇർഫാദിൻ്റെ വാപ്പാടെ അച്ചീവ്മെൻറ്റ്സ് ട്രോഫീസ് ഇസ് അച്ചീവ്മെൻറ്റ്സ് ദേ കാണൂ ഗൈസ്.